നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് 2 യുവതികൾ ആത്മഹത്യ ചെയ്ത സംഭവം, ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവരികയാണ്. വിശ്വസിച്ച് നൽകിയ 70 പവനോളം സ്വർണം തിരിച്ചു കിട്ടാൻ ഒരു വഴിയുമില്ലെന്ന ആശങ്ക, മാത്രമല്ല വിശ്വാസ വഞ്ചന, ചതി, ഇതെല്ലാം നേരിട്ടതിൻ്റെ ഫലമായിട്ടാണ് 2 പേർ ആത്മഹത്യ ചെയ്തത്. കടം പെരുകി നാട്ടിൽ നിൽക്കാനാകാത്ത അവസ്ഥ, മാത്രമല്ല വിവരങ്ങൾ പുറത്തറിഞ്ഞതിനു പിന്നാലെ ഉണ്ടായ മാനസിക സംഘർഷം, അങ്ങനെ ഒരുപാട് ഘടകങ്ങളാണ് അഞ്ജു അതുപോലെ തന്നെ ഐശ്വര്യ എന്നീ 2 യുവതികൾ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടാൻ കാരണമായത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരികളായ വെണ്ണിയൂർ നെല്ലിവിള ജയഭവനിൽ വിഷ്ണുവിൻ്റെ ഭാര്യ അഞ്ജു 28 വയസ്സ്, വെങ്ങാനൂർ ചാവടിനട രാജരാജീവ് സദനത്തിൽ രാജീവിൻ്റെ ഭാര്യ ഐശ്വര്യ 32 വയസ്സ് എന്നിവരാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ 30-ന് ഇരുവരും തിയേറ്റർ ജംഗ്ഷനിലെ കടയിൽ നിന്ന് ശീതളപാനീയം വാങ്ങി കോവളം ആവാടുതുറ ബീച്ചിലെത്തിയാണ് വിഷം കലർത്തി കഴിച്ചത്. കേസിൽ അറസ്റ്റിലായ വെങ്ങാനൂർ പനങ്ങോട് ശ്യാമളാലയത്തിൽ സിന്ധുകുമാരി 53 വയസ്സുകാരി, ഇവരുടെ കൊടും ചതിയിൽപ്പെട്ടാണ് 2 യുവതികൾ ജീവനൊടുക്കേണ്ടി വന്നത്. ഇവരുടെ സിന്ധുകുമാരിയുടെ ചതിയിൽപ്പെട്ട് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെയാണ് ഇനി മുന്നിൽ വിശ്വാസവഞ്ചനയുണ്ടായി, സ്വർണം ചോദിച്ചിട്ട് തിരികെ കിട്ടുന്നില്ല, ഈ ഒരു സാഹചര്യത്തിലാണ് അവർ ആത്മഹത്യ ചെയ്തതെന്ന് കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജീവനൊടുക്കുന്നതിനും ഒരാഴ്ച മുൻപും ഈ യുവതികൾ സിന്ധുവിൻ്റെ മുന്നിൽ വന്നിരുന്നു, സ്വർണം തിരികെ ചോദിച്ചിരുന്നു. എന്നാൽ സ്വർണം തന്നതിന് തെളിവൊന്നുമില്ലല്ലോ എന്നായിരുന്നു സിന്ധുവിൻ്റെ മറുപടി. തിരികെ തരില്ല എന്നും അവർ പറഞ്ഞു. മരിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ലെന്ന് കെഞ്ചി പറഞ്ഞിട്ട് പോലും സിന്ധു എന്ന സ്ത്രീയുടെ മനസ്സലിഞ്ഞില്ല. മാത്രമല്ല പോയി ചാകുന്ന സിന്ധു ഇവരോട് പറഞ്ഞുവെന്നും ബന്ധുക്കളടക്കമുള്ളവർ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതോടെ നിരാശരായ യുവതികൾ ജീവനൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഐശ്വര്യയുടെ ബന്ധുവിൻ്റെ വീട്ടിലെത്തി, അതായത് ഒരു വിഷം വാങ്ങി കഴിക്കാനുള്ള ഒരു പൈസ പോലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ഐശ്വര്യയുടെ ബന്ധുവിൻ്റെ വീട്ടിലെത്തി 300 രൂപ കടം വാങ്ങിയാണ് വിഷം മേടിച്ച് കഴിച്ചത്. ആദ്യം മരിച്ച അഞ്ജു തനിക്ക് വയറുവേദനയാണെന്നും ഭക്ഷ്യവിഷബാധയാണോ എന്ന് സംശയമുണ്ടെന്നുമായിരുന്നു വിഷം കഴിച്ച ശേഷമുണ്ടായ അസ്വസ്ഥതകളെക്കുറിച്ച് വീട്ടുകാരോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചികിത്സ കിട്ടാൻ വൈകി. നില ഗുരുതരമായി ഞായറാഴ്ചയോടെ മരിച്ചു. ഗുരുതരാവസ്ഥയിൽ തുടർന്ന ഐശ്വര്യയും വിഷം കഴിച്ച വിവരം വൈകിയാണ് ബന്ധുക്കളോട് പറഞ്ഞത്. തിങ്കളാഴ്ച രാവിലെയാണ് ഐശ്വര്യ മരിച്ചത്. പ്രതിയായ സിന്ധുവിനെ പിടികൂടാനും പോലീസ് വലിയ സന്നാഹമാണ് ഒരുക്കിയത്. സിന്ധുവിൻ്റെ ചിത്രം പോലീസ് പുറത്തുവിട്ടു. ഇതോടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സമാനമായ നിരവധി പരാതികളാണ് വിഴിഞ്ഞം പോലീസിന് കിട്ടുന്നത്. നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള സിന്ധു തട്ടിച്ചെടുക്കുന്ന സ്വർണം വിറ്റ് കിട്ടുന്ന പണം വിനിയോഗിച്ച് ആഡംബര ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. ഇതുവരെ 12 പരാതികൾ ഇവർക്കെതിരെ കിട്ടിയിട്ടുണ്ട്. 100 പവനിലധികം തട്ടിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിനു പിന്നിൽ ഏതെങ്കിലും റാക്കറ്റ് ഉണ്ടോ എന്നതടക്കമുള്ള സംശയം നിലവിലുണ്ട്. അതും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. അഞ്ജുവും ഐശ്വര്യയും ജോലി ചെയ്തിരുന്ന പണമിടപാട് സ്ഥാപനത്തിൽ സ്ഥിരമായി എത്തി പരിചയപ്പെട്ട് വിശ്വാസ്യത നേടിയാണ് സിന്ധു തട്ടിപ്പ് നടത്തിയത്. സ്ഥാപനത്തിൽ പണയം വയ്ക്കുന്ന സ്വർണം കുറഞ്ഞ പലിശയ്ക്ക് KSFയിൽ പണയം വയ്ക്കാമെന്ന് വാഗ്ദാനം നൽകി വാങ്ങി വിൽക്കുകയായിരുന്നു പതിവ്. ആദ്യത്തെ ഇടപാടുകൾക്ക് അഞ്ജുവിനും ഐശ്വര്യയ്ക്കും കമ്മീഷൻ നൽകുകയും സ്വർണം തിരിച്ചു നൽകുകയും ചെയ്തിരുന്നു. ഇതോടെ വിശ്വാസ്യത പിടിച്ചുപറ്റാൻ കൂടുതൽ സ്വർണം വാങ്ങിച്ചു. സിന്ധു സ്വർണം തിരിച്ചു നൽകാതെ വന്നതോടെ യുവതികൾ കടമെടുത്ത് പണയത്തൂക്കമുള്ള സ്വർണം വാങ്ങി ഇടപാടുകാർക്ക് നൽകുകയായിരുന്നു. കടബാധ്യത ഏറുകയും സ്വർണം തിരിച്ചു കിട്ടാതെ വരികയും ചെയ്തതോടെയാണ് ജീവനൊടുക്കാൻ ഇവർ തീരുമാനിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം അഞ്ജുവിന്റെ ഭർത്താവ് വിഷ്ണു മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. കുറഞ്ഞ പലിശയ്ക്ക് സ്വർണം പണയം വെച്ച് നൽകാമെന്ന് വാക്ക് നൽകിയാണ് സിന്ധു തട്ടിപ്പ് നടത്തിയതെന്നാണ് അഞ്ജുവിന്റെ ഭർത്താവ് വിഷ്ണു പറയുന്നത്. അഞ്ജുവിന്റെ സുഹൃത്തിന്റെ സ്വർണ്ണ പണയം എടുക്കാൻ ശ്രമിച്ചപ്പോൾ പകരം വ്യാജ സ്വർണമാണ് നൽകിയത്. ഇതോടെയാണ് തട്ടിപ്പ് മനസ്സിലായതെന്നും 20 പവനോളം നഷ്ടമായെന്ന് അഞ്ജു പറഞ്ഞിരുന്നുവെന്നും വിഷ്ണു പ്രതികരിച്ചു. പലവട്ടം സിന്ധുവിന്റെ വീട്ടിൽ പോയി നഷ്ടപ്പെട്ട സ്വർണം നൽകണമെന്ന് അഞ്ജുവും ഐശ്വര്യയും തുടരെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിഷ്ണു പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും അവരുടെ ആത്മഹത്യാക്കുറിപ്പൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയ സ്ത്രീ തിരികെ നൽകിയില്ലെന്ന് ആരോപിച്ച് ആത്മഹത്യ ചെയ്ത യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ മരിക്കാതെ വേറെ മാർഗമില്ല, നിങ്ങൾ സുഖമായി ജീവിക്കൂ എന്നാണ് കുറിപ്പിലുണ്ടായിരുന്നത്. കബളിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നു, തിരികെ ചോദിച്ചപ്പോൾ വിറ്റുപോയതായി പറയുന്നു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ സിന്ധുവിനെതിരെ അഞ്ജു ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നു. അഞ്ജു അതുപോലെ തന്നെ മാതാവ് ഐശ്വര്യ ഇവരിൽ നിന്നുൾപ്പെടെ ബന്ധുക്കളിൽ നിന്ന് 70 പവനോളം സ്വർണമാണ് സിന്ധു കൈക്കലാക്കിയത്. ഐശ്വര്യ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇതിന് തൊട്ട് മുന്നേ ഐശ്വര്യയുടെ മൊഴി രാത്രിയിൽ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ 30-ന് വൈകിട്ടായിരുന്നു സംഭവം ഉണ്ടായത്. ഇരുവരും ചേർന്ന് വിഴിഞ്ഞത്തെ ജ്യൂസ് കടയിൽ നിന്ന് പാനീയം വാങ്ങി അതിൽ വിഷം കലർത്തി കുടിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സ്ഥാപന ഉടമ അറിയാതെ ജീവനക്കാരികൾ ഇടപാട് നടത്തി ജീവനക്കാരികളെ വിശ്വസ്തയായ കൂട്ടുകാരിയും പറ്റിച്ചതോടെ മരണമല്ലാതെ മറ്റു മാർഗമില്ലാതിരുന്നു ഇവർക്ക്.
ഒടുവിൽ കെണിയിൽ അകപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഇവർ ആത്മഹത്യ ചെയ്തത്. സൂര്യ ഫിനാൻസിന്റെ വിഴിഞ്ഞം അമരവിള ശാഖകളിൽ പണയമിരുന്ന യഥാർത്ഥ ഉടമകളുടെ സ്വർണം ഈ ജീവനക്കാരികൾ ചേർന്ന് തങ്ങളുടെ അടുത്ത കൂട്ടുകാരിയായ സിന്ധു എന്ന സ്ത്രീക്ക് മറിച്ച് നൽകുകയായിരുന്നു. 1ഉം 2ഉമല്ല 70 പവൻ സ്വർണ്ണമാണ് ഇത്തരത്തിൽ ബാങ്കിൽ നിന്ന് ഇവർ പുറത്തേക്ക് കടത്തിയത്. ബാങ്കിലെ സ്വർണം സിന്ധുവിന് കൊടുത്ത് പുറത്തുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ ഉയർന്ന തുകയ്ക്ക് പണയം വെപ്പിക്കുന്നതിലൂടെ ഈ ജീവനക്കാരികൾക്ക് വൻ തുക കമ്മീഷനായി കിട്ടിയിരുന്നുവെന്നാണ് വിവരം. കുറച്ചു നാളായി ഈ ബിസിനസ് സുഗമമായി നടക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണത്തിന്റെ യഥാർത്ഥ ഉടമകൾ പണം തിരികെ നൽകി സ്വർണം വീണ്ടെടുക്കാനായി സൂര്യ ഫിനാൻസിൽ എത്തിയതോടെയാണ് കൊടും ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ കഥകൾ പുറത്തേക്ക് വന്നത്. പറഞ്ഞ സമയത്ത് സ്വർണം തിരികെ എത്തിക്കാൻ കൂട്ടുകാരി സിന്ധുവിന് സാധിച്ചില്ല. വാങ്ങിയ 70 പവനും കൊണ്ട് സിന്ധു കൈയൊഴിഞ്ഞതോടെ ജീവനക്കാരികളായ യുവതികൾ പൂർണ്ണമായും പെട്ടുപോയി. സ്ഥാപന ഉടമയും നാട്ടുകാരും വിവരം അറിയുമെന്നും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ഉറപ്പായതോടെ ഇവർ കടുത്ത മാനസിക വിഷമത്തിലായി. ഇനി രക്ഷയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ഇരുവരും ചേർന്ന് ഷാർജ ഷെയ്ഖിൽ എലിവിഷൻ കലർത്തി കുടിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. യുവതികളെ ചതിക്കുഴിയിൽ വീഴ്ത്തിയ കൂട്ടുകാരി സിന്ധു എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഒരു കൂസലും ഇല്ലാതെ രണ്ടുപേരെ ജീവൻ കളഞ്ഞ സ്ത്രീയാണ്. പക്ഷെ യാതൊരു കൂസലും ഇല്ലാതെ കൂളായിട്ട് പോലീസിനോടൊപ്പം നടക്കുന്ന സിന്ധുവിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. യുവതികളിൽ നിന്ന് സ്വർണം കൈക്കലാക്കിയ ശേഷം സിന്ധു രാജ്യം വിട്ടിരുന്നു. അമേരിക്കയിൽ മകൾക്കൊപ്പമായിരുന്നു സിന്ധു താമസിച്ചിരുന്നത്. ജീവനൊടുക്കിയ അഞ്ജുവിൽ നിന്ന് 20 ലക്ഷം രൂപയാണ് സിന്ധു കൈക്കലാക്കിയത്. 50 പവൻ സ്വർണമാണ് ഐശ്വര്യയിൽ നിന്നും സിന്ധു വാങ്ങിയത്. സിന്ധുവിന്റെ മകൻ രാഷ്ട്രപതിയുടെ പൈലറ്റും ഭർത്താവ് വിരമിച്ച ആർമി ഉദ്യോഗസ്ഥനുമാണ്. വെങ്ങാനൂർ അമരവിളയിലുള്ള സൂര്യ ഫിനാൻസിലെ ജീവനക്കാരാണ് മരിച്ച അഞ്ജുവും ഐശ്വര്യയും. എന്തായാലും സിന്ധുവിന്റെ അറസ്റ്റ് കേസിൽ നിർണായകമായി ഇവരുടെ മൊബൈൽ ഫോണിൽ നിന്നും വിഴിഞ്ഞം പോലീസിന് നിരവധി തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചു. കൂടുതൽ പേർ പ്രതിക്കെതിരെ പരാതികളുമായി രംഗത്ത് വരുന്നുണ്ട്. കേസ് മുറുകുകയാണ്. അഞ്ജുവിൽ നിന്ന് 20 പവൻ തട്ടിയെടുത്ത സിന്ധു മറ്റൊരു സ്വർണ്ണ പണയ സ്ഥാപനത്തിലേക്ക് മറിച്ചു വിറ്റ് അമേരിക്കയിലേക്ക് കടന്നു കളഞ്ഞ ശേഷം 4 മാസം മുൻപ് പ്രതി തിരിച്ചെത്തി. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ തലസ്ഥാനത്തെ ഈ പണയ സ്വർണ്ണ തട്ടിപ്പിന്റെ കൂടുതൽ ചുരുളുകൾ അഴിയുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഐശ്വര്യയും മരിച്ചത്. വിഷം കഴിച്ച സുഹൃത്ത് അഞ്ജു മരിച്ചതിന് പിന്നാലെയാണ് ഐശ്വര്യയും വിടവാങ്ങിയത്. വലിയ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അതായത് അതും കൂട്ടുകാരി, സ്വന്തം കൂട്ടുകാരിയാണ് വഞ്ചിച്ചത് ഈ യുവതികളെ, 2 യുവതികളെ വലിയ രീതിയിൽ. അതായത് മരണത്തിന്റെ വക്കിലാണ് എന്ന് സിന്ധുവിന്റെ മുന്നിൽ വന്ന് 2 പേരെ കേണ് പറഞ്ഞിട്ടും മരിച്ചോ എന്നൊരു മറുപടിയായിരുന്നു സിന്ധുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പിലൂടെ നേടിയ പണം സിന്ധു ഉപയോഗിച്ചത്. ആഡംബര ജീവിതം നയിക്കുക, ആഡംബരമായി ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെ മറ്റുള്ളവരെ കബളിപ്പിച്ച് പണം തട്ടി അതിൽ നിന്നും കഴിക്കുകയായിരുന്നു, കുടിക്കുകയായിരുന്നു, ജീവിക്കുകയായിരുന്നു. എന്തായാലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞതുപോലെ എത്ര കള്ളം ചെയ്താലും ഒരു നാൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും തക്കതായ ശിക്ഷ ഇവർക്ക് കിട്ടാൻ നിയമ സംവിധാനങ്ങൾക്ക് ഉറപ്പാക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിൽ കൊടും വഞ്ചന ചെയ്യുന്ന, ഇത്തരത്തിൽ മറ്റുള്ളവരെ പറ്റിച്ച് മറ്റുള്ളവരെ വഞ്ചിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും തക്കതായ ശിക്ഷ ഉറപ്പാക്കാൻ നിയമവ്യവസ്ഥകൾക്ക് സാധിക്കട്ടെ എന്ന ഒരു ആവശ്യം എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.